ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ പോലും അറിയാതെ നമ്മെ ദൈവകൃപയിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് വലിയ ബന്ധനത്തിലേക്കും നാശത്തിലേക്കും കൊണ്ടെത്തിക്കുന്ന ഒന്നാണ് ദ്രവ്യാഗ്രഹം. മിക്ക സമയങ്ങളിലും നമ്മളത് അറിയുന്നില്ല, അല്ലെങ്കിൽ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. ധനത്തോടും സമ്പത്തിനോടും നമുക്കുണ്ടാകേണ്ടുന്ന യഥാർത്ഥമായ കാഴ്ചപ്പാട് എന്താണ്? നമ്മൾ ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ അതീവ ഗൗരവമായ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ നിത്യജീവിതത്തിനും നന്നായി ജീവിക്കുന്നതിനും, എന്തിനേറെ പറയുന്നു, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പണം ആവശ്യമാണ്, സമ്പത്ത് ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല. ഒരിക്കലും പണമോ സമ്പത്തോ തെറ്റല്ല, ദോഷമല്ല. പക്ഷേ അതിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളാണ് തിരുത്തപ്പെടേണ്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനോഭാവമാണ് തിരുത്തപ്പെടേണ്ടുന്നത്. ശരിയായ നിലയിലുള്ള ഒരു മനോഭാവമല്ല നമുക്ക് സമ്പത്തിനോടെങ്കിൽ നമ്മൾ അറിയാതെ ദൈവഹിതത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകും, ദൈവപ്രസാദം നമ്മിൽ നഷ്ടപ്പെട്ടു പോകും. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ട് ഓടണം. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിനോട് പറയുന്ന വാക്കുകളാണിത്. എന്ത് വിട്ടോടണം? ദൈവത്തിൻ്റെ മനുഷ്യൻ വിട്ടോടേണ്ടത് എന്താണ്? 1 തിമത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, സകലവിധ ദോഷത്തിനും മൂലമായത് ദ്രവ്യാഗ്രഹമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ച് സമയങ്ങൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ തിരുത്തി ദൈവസന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വരുവാനും, നമ്മളെ തന്നെ ഒന്ന് കാണുവാനും ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വേദപുസ്തകത്തിൻ്റെ ആരംഭ അധ്യായങ്ങൾ മുതൽ അവസാന അധ്യായങ്ങൾ വരെ വ്യഭിചാരം ചെയ്തവർ, തെറ്റായ വഴികളിൽ പോയവർ, ഇതര ജാതീയമായ മാർഗങ്ങളിൽ പോയവർ, അവരെല്ലാം മടങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ പണക്കൊതിയന്മാരായി പോയവർ, ദ്രവ്യാഗ്രഹികളായി തീർന്നവർ, അവരിൽ പലർക്കും മടങ്ങി വരവിന് പോലും സാധിച്ചില്ല എന്നുള്ള ദുഃഖകരമായ ഒരു സംഗതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു ഈസ്കറിയോത്ത യൂദ. യേശുവിനെ തള്ളിപ്പറഞ്ഞു പോയ പത്രോസ് പോലും മടങ്ങി വന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ഇട്ട പണം കട്ടുകൊണ്ടിരുന്നവൻ എന്നേക്കുമായി, അല്ലെങ്കിൽ യേശുവിനെ ഒറ്റിക്കൊടുത്തവൻ എന്നേക്കുമായി ദൈവസന്നിധിയിൽ നിന്ന് പോയി എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്, ഞെട്ടിക്കുന്നതാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ ആദ്യത്തെ മരണം അനന്യാസും സഫീറയും എന്ന് പറയുന്ന 2 പേരാണ്, ദ്രവ്യാഗ്രഹികൾ ആയിരുന്നു. അടുത്തത് ഗേഹസി എന്ന് പറയുന്ന ഒരു വ്യക്തി കുഷ്ഠരോഗം പിടിച്ചവനായി കൂട്ടം വിട്ടു പോകാനുള്ള കാരണം ദ്രവ്യാഗ്രഹമായിരുന്നു. അപ്പം ഇതിനെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പണത്തെക്കുറിച്ച് യേശു പറഞ്ഞ കാര്യങ്ങൾ, അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ ചിന്താഗതികൾ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണം എന്നുള്ളതിനേക്ക് ഒരു അത്തരത്തിലുള്ള ഒരു പഠനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൈവവചന അടിസ്ഥാനത്തിലുള്ള ചില ചിന്തകൾ, അത് തീർച്ചയായിട്ടും ദൈവകൃപയിൽ മുന്നേറുവാൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 1 തിമത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളാണ്. അവിടെ ദ്രവ്യാഗ്രഹത്തെ സകല ദോഷത്തിനും മൂലകാരണമായ ഒരു പാപമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ദ്രവ്യാഗ്രഹം കാംക്ഷിച്ചവർ വിശ്വാസം പോലും വിട്ടകന്ന് നാനാവിധ ദുഃഖങ്ങൾക്ക് അവർ അടിമകളായി മാറി എന്നുള്ളതാണ്. അതിന് തൊട്ട് പിന്നിലെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ധനികനാകുവാൻ ശ്രമിക്കുന്നവർ, അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, പരീക്ഷയിലും കെണികളിലും കുടുങ്ങും. അടുത്തത്
ദോഷകരമായ പല മോഹങ്ങൾക്ക് ഇടയായിത്തീരും എന്നുള്ളതാണ്. പക്ഷെ കുറച്ചുകൂടി വ്യക്തത ഇംഗ്ലീഷ് ബൈബിളിലാണ് എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ടെംപ്റ്റേഷൻ ആൻഡ് സ്നെയർ എന്നാണ്. അതായത് മോഹങ്ങളിലും കുടുക്കുകളിലും അവർ അകപ്പെടും എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ വിച്ച് പ്ലഞ്ച് മെൻ ഇൻ ടു റൂയിൻ ആൻഡ് ഡിസ്ട്രക്ഷൻ, മനുഷ്യനെ നാശത്തിലേക്ക്, എന്താ പറയുന്നത്, വലിയ തകർച്ചയിലേക്ക് ഈ ധനവാനാകാനായിട്ടുള്ള ആഗ്രഹം അവനെ എത്തിക്കും എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ജോലി ചെയ്യണ്ട എന്നല്ല, പണത്തിന് വേണ്ടി പണം സേവ് ചെയ്യണ്ട എന്നുള്ളതല്ല, അതൊന്നും തെറ്റല്ല. പക്ഷേ പണത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, അതായത് പണത്തിന് വേണ്ടി മാത്രം നമ്മൾ യാത്ര ചെയ്താൽ, അതിനുവേണ്ടി മൂല്യങ്ങളെ നമ്മൾ കാറ്റിൽ പറത്തി പോയാൽ, ഏറ്റവും ഒടുവിൽ നമ്മൾ നശിക്കും. നമ്മൾ ബന്ധനസ്ഥരായിത്തീരും, അല്ലെങ്കിൽ നമ്മൾ ബന്ധിക്കപ്പെട്ടവരായി മാറും. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ, ഈ ബന്ധിക്കപ്പെട്ടു എന്നുള്ള പദം പാസ്റ്റർക്ക് എവിടുന്ന് കിട്ടി? അവിടെ അങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടില്ലല്ലോ, ദൈവദാസനെ അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ. അത് മറ്റൊരു ഭാഗത്താണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ ശമറിയയിൽ ഒരു വലിയ ഉണർവ് നടക്കുന്നു. ഫിലിപ്പോസ് വീര്യപ്രവർത്തികൾ ചെയ്യുന്നു. പിന്നീട് അപ്പോസ്തോലന്മാർ ആ സ്ഥലത്തേക്ക് വന്ന് പല പ്രവർത്തികളും അവർ ചെയ്യുന്നു. അവർ കൈവച്ചപ്പോൾ ആത്മാവ് വരുന്നു, പല കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇത് കണ്ടിട്ട് അവിടെ ആഭിചാരക്കാരനായ അല്ലെങ്കിൽ ക്ഷുദ്രക്കാരനായ ശീമോൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ആള് വന്നിട്ട് അപ്പോസ്തോലന്മാരോട് പറയുന്നു, ഞാൻ കുറച്ച് പണം നിങ്ങൾക്ക് തരാം, എനിക്കൂടി ഈ കൃപയൊന്ന് തരണം. ഉടനെ അപ്പോസ്തോലന്മാർ പറഞ്ഞു തന്ന കാര്യം എന്താണെന്നറിയാമോ? നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ പണം കൊടുത്ത് എന്താ പറയുന്നത്, ആത്മീയതയെ വാങ്ങാം, ദൈവത്തിന്റെ ദാനത്തെ വാങ്ങാം. പണത്തെയും ആത്മീയതയും കൂട്ടിക്കുഴയ്ക്കുന്നവരെ കുറിച്ച് പറയുന്നത്, നിന്റെ ഹൃദയം നേരുള്ളതല്ല, നിനക്കിതിൽ ഇനി ഒരു ഓഹരിയുമില്ല, നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. കണ്ടോ, ബന്ധനസ്ഥനായിപ്പോയി. ഞാൻ പറയട്ടെ, ഞാൻ വളരെ ദുഃഖത്തോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിക്കാറുണ്ട്. ചിലർ ഒക്കെ അവരുടെ സംശയ നിവാരണത്തിനായി, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ അവർ വിളിച്ചിട്ടുള്ളവർ, പ്രാർത്ഥിക്കാനായി അവർ ചോദിച്ചിട്ടുള്ള പലരും അവരോട് വളരെ ഭീമമായ പ്രതിഫലമാണ് ചോദിച്ചിട്ടുള്ളത്. ഈ മുറിഞ്ഞടത്ത് മുളക് തേക്കുക എന്ന് പറയുമല്ലോ, മുറിഞ്ഞിരിക്കുന്നിടത്ത് മുളക് തേക്കുക, അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിന്റെ അകത്ത് കടന്ന് നിത്യവൃത്തിക്ക് വകയില്ലാത്തവനോട് അവനോട് പിന്നെയും പറയുകയാണ്, 10,000 തന്നാൽ 15,000 തന്നാൽ ഞങ്ങൾ വരാം, പ്രാർത്ഥിക്കാം, നിന്റെ ബന്ധനം അഴിക്കാം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനൊന്നും ബന്ധനം അഴിയില്ല. ഞാൻ 10-20 വർഷമായി ഈ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. ധാരാളം അനുഭവങ്ങൾ എനിക്കുള്ളത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനെയൊന്നും പല ബന്ധനങ്ങളെയും അഴിക്കാൻ പറ്റില്ല. ഇനിയും ഇത് സത്യത്തിൽ സൗജന്യമായി ദൈവം നമുക്ക് തരുന്നതാണ്. ഓക്കെ, ഇപ്പം എനിക്കൊരാള് മനസ്സ് തോന്നി തരുവാണ്, ദൈവദാസനെ ഇതിരിക്കട്ടെ, സന്തോഷത്തോടെ സ്വീകരിക്കാം. പക്ഷേ നമ്മൾ ഒരുത്തൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് കണ്ട് അതിനുവേണ്ടിയുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ സ്വീകരിച്ച് അത് ലക്ഷ്യം വെച്ച് നമ്മൾ പലതും ചെയ്യുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കത്തില്ല. എന്താ പറയുന്നത്, ഒരു ദൈവിക ഇടപെടലുകൾ അവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം ഇത് സൗജന്യമായി ലഭിച്ചതാണ് എന്ന് പറഞ്ഞാൽ, അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇതൊന്നും വേണ്ടേ, ജീവിക്കാൻ വേണ്ടേ? ഞാൻ കുറച്ച് വർഷങ്ങളായി ദൈവത്തെ സേവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയാം, ന്യായമായതും മാന്യമായതും ദൈവം തരും. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ? പഠിപ്പിക്കണം. വീട് വേണ്ടേ? വീട് വേണം. സ്ഥലം വേണ്ടേ? വേണം. അതിനുള്ള മാർഗം ഇതല്ല. വിശ്വസ്തരായി നാം ദൈവസന്നിധിയിൽ നിന്നാൽ നമ്മൾ അറിയാത്ത വഴികളിൽ നമ്മുടെ സൃഷ്ടാവാൻ ദൈവം നമ്മളെ വഴി നടത്തും. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറാൻ പാടില്ല. എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച പഴയ നിയമത്തിലെ ഒരു മനുഷ്യനാരാണെന്നറിയാമോ? വിശ്വാസികളുടെ പിതാവായ അബ്രഹാമാണ്. അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ്, അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികൾ എന്നെ ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിന്റെ സമയങ്ങളിലും ചില കാര്യങ്ങളിലും
നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരുന്ന സമയത്ത് ഈ ദൈവവചനത്തിൽ ഞാൻ ആശ്രയിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതേതാണെന്ന് നിങ്ങളോട് ഞാൻ പറയാം. അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും, വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം, അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർക്ക് തമ്മിൽ ഒരു തർക്കമുണ്ടായി. തർക്കമുണ്ടായപ്പോൾ അബ്രഹാം ലോത്തിനോടൊക്കെ പറയുകയാണ്, നമ്മൾ സഹോദരന്മാരാണ്, നമ്മൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിരിയാം, നമുക്ക് മാറി താമസിക്കാം, അതാണ് നല്ലത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ലോത്ത് എന്ന് പറയുന്നത് അബ്രഹാമിന്റെ സഹോദരന്റെ പുത്രനാണ്. ലളിതമായി പറഞ്ഞാൽ ലോത്തിന്റെ അപ്പന്റെ സ്ഥാനത്താണ് അബ്രഹാം വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും തീരുമാനമെടുക്കേണ്ടുന്നത് അബ്രഹാമാണ്. പക്ഷെ അബ്രഹാം തീരുമാനം ലോത്തിന് വിടുകയാണ്. ലോത്തിനോട് പറഞ്ഞു, ദേശം മൊത്തം നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. പിന്നീട് നമ്മൾ എന്താ കാണുന്നതെന്നറിയാമോ? സോദോം ഗോമോറ പട്ടണങ്ങൾ, ദൈവം ആ പട്ടണങ്ങളെ നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ തോട്ടം പോലെ ഇരുന്ന പട്ടണങ്ങളാണ്. ഈ മനോഹരമായ പട്ടണങ്ങൾ കണ്ട് ലോത്ത് ആ സ്ഥലം തെരഞ്ഞെടുത്തു. അബ്രഹാം ഒരു കംപ്ലൈന്റും ചെയ്തില്ല. ലോത്ത് അവിടേക്ക് പോയി. ശരിക്കും ലോത്ത് കണ്ടത് ആ പട്ടണത്തിന്റെ പച്ചപ്പാണ്, ആ പട്ടണത്തിലെ എന്താ പറയുന്നത് ഭൗതിക അനുഗ്രഹങ്ങളാണ്. പക്ഷെ ആ പട്ടണവാസികൾ മഹാദുഷ്ടന്മാരായിരുന്നു, ദൈവം മുമ്പാകെ മഹാപാപികളായിരുന്നു. അത് ലോത്ത് കണ്ടില്ല, തെരഞ്ഞെടുത്തു പോയി. ഇന്നത്തെ കാലത്ത് അബ്രഹാമിന്റെ സ്ഥാനത്ത് ഞാനും നിങ്ങൾ വന്നേലോ, നീ അങ്ങോട്ട് മാറി നിൽക്കടാ, ഞാൻ ആദ്യം നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഭൂമിയിലെല്ലാം നോക്കി ഏതാണ് വളക്കൂറുള്ളത്, എവിടാണ് സ്ഥലം നോക്കി നമ്മൾ സെലക്ട് ചെയ്തേനെ. പാടില്ല. തീരുമാനം ദൈവത്തിന് വിട്ടു. ലോത്തിന്റെ കണ്ണ് ഭൂമിയിലേക്കും അബ്രഹാമിന്റെ കണ്ണ് ഉയരത്തിലേക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിന്റെ ചില നിർണായകമായ തീരുമാന സമയങ്ങളിൽ ഈ ദൈവവചനം എന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അതിരുകളും സ്ഥലത്തിന്റെ തർക്കങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഓരോരുത്തർക്കൊക്കെ ഒരു ഇഞ്ച് ഭൂമിക്ക് വേണ്ടി പോലും മനുഷ്യൻ കടിപിടി കൂട്ടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇല്ലേ? എത്രയോ ഇടത്ത് നമ്മൾ കാണുകയാണ്. പക്ഷെ ഈ പിടിച്ചു വച്ചിരിക്കുന്നതൊക്കെ ആര് കൊണ്ടുപോകും? ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യം 23:4-5 വാക്യങ്ങളിൽ പറയുകയാണ്, ധനവാനാകാനുള്ള ചിന്ത നിനക്കുണ്ടെങ്കിൽ നീ അത് വിട്ടുകളയണം. കഴുകൻ ചിറകെടുത്ത് ആകാശത്തിലേക്ക് പറന്നു പോകുന്നത് പോലെ ജീവിതത്തിന്റെ മധ്യത്തിൽ നിന്റെ ധനം നിന്നെ വിട്ടുപോകും. ഒടുവിൽ നീ ബോഷനായി തീരും. മനസ്സിലായോ? ശരിക്കും പണത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും നമ്മളൊന്ന് ചിന്തിക്കണം. ഒന്നും വേണ്ട, നമ്മുടെ ചുറ്റുപാടുകളിലും ഒരു 2-3 ജനറേഷനിൽ നമ്മൾ നോക്കിയാൽ മതി. എത്രയോ സമ്പന്നരായി ജീവിച്ച കുടുംബങ്ങൾ പിൽക്കാലത്ത് പാപ്പരായി മാറി. ഒന്നുമില്ലായ്മയിൽ ദൈവത്തെ വിളിച്ച് ജീവിച്ച എത്രയോ കുടുംബങ്ങൾ പിൽക്കാലത്ത് അനുഗ്രഹിക്കപ്പെട്ടു. ചക്രം എന്ന് പറയുന്നത് ഇത് ഉരുളുന്നൊരു സാധനമാണ്. നമ്മൾ ചില സമയത്ത് ചിന്തിക്കും, കുറെ പണമായാൽ, ജോലിയായാൽ, നല്ല വീടായാൽ, സൗകര്യമായാൽ അതുകൊണ്ട് നമ്മൾ സുഖമായി. സത്യമാണ്, ജീവിക്കാൻ പണം വേണം, സൗകര്യങ്ങൾ വേണം, നല്ലതാണ്, എല്ലാം നല്ലതാ. പക്ഷെ അതുകൊണ്ടൊന്നും ദൈവാനുഗ്രഹം ഉണ്ടാകണമെന്ന് ഉറപ്പൊന്നുമില്ല. ആ സന്തോഷം മാറാൻ അല്പസമയം മതി. സ്വന്തമായി തെരഞ്ഞെടുത്തു പോയ ലോത്തിന്റെ കുടുംബത്തിൽ സംഭവിച്ചതെന്താ? കുടുംബം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. മോവാബിയർ, അമോന്യർ എന്ന് പറയുന്ന 2 ജാതികൾ ഈ ലോത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ പിൻതലമുറയിലാണ് ഉള്ളത്. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ തല ഉയർത്തി നോക്കുക, ഞാൻ ഈ കാണുന്നത് നിനക്ക് തരാൻ പോവാണ്. അതുവരെയും തല ഉയർത്തി നോക്കാതെ ദൈവത്തിങ്കിലേക്ക് മാത്രം നോക്കിയിരുന്നവൻ, അല്ലെങ്കിൽ കുനിഞ്ഞ് വീണ് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചവനോട് ദൈവം പറഞ്ഞു, ഇനിയും നിനക്ക് പ്രാർത്ഥിക്കാൻ മാത്രമുള്ള സമയമല്ല, ഇനിയും നിനക്ക് നോക്കാനായിട്ടുള്ള സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ എവിടേക്കാണ് എത്തേണ്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആർക്കും വേദനയോ പ്രയാസമോ ഒന്നും ഉണ്ടാകാനായിട്ടല്ല ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പൊ ശരിക്കും വേദപുസ്തകം ഈ സമ്പത്തിനെ കുറിച്ചും പണത്തെക്കുറിച്ചും പറയുന്നത് എന്താണ്? സകല ദോഷത്തിനും മൂലകാരണമാണ് ദ്രവ്യാഗ്രഹം. നാം അറിയാതെ നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയുന്നതാണിത്. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് പണം 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 എന്നൊരു ചിന്ത മാത്രമാണെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തെ സേവിക്കാൻ പറ്റില്ല, ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. എന്താ പറയുന്നത്?
പഴയ നിയമ കാലഘട്ടങ്ങളിൽ സമാഗമന കൂടാരത്തിന്റെ പണിക്ക് പോലും ദൈവം ഔദാര്യ മനസ്സുള്ളവരിൽ നിന്ന് വാങ്ങാനാണ് പറഞ്ഞത്. ആ മനസ്സുള്ളവരിൽ നിന്ന് വാങ്ങാനാണ് പറഞ്ഞത്. എന്നിട്ടും സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടതിലും അധികം അവിടെ എത്തി എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന് തരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇല്ലേ? സർവശക്തനായ ദൈവത്തിന്, സൃഷ്ടാവാം ദൈവത്തിന് എൻ്റെയും നിങ്ങളുടെയും ബുദ്ധിമുട്ടുകൾ മാറ്റാനാണോ പ്രയാസം? നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുക, ദൈവം തന്നതിൽ തൃപ്തിയുള്ളവരായിരിക്കുക. തരാനുള്ളത് ദൈവം തക്ക സമയത്ത് തരും. ധാരാളം അനുഭവങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൈകളിൽ കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള വഴികൾ ഞാൻ തേടും. എങ്ങനെ എനിക്കത് എടുക്കാൻ പറ്റും, എങ്ങനെ അത് എൻ്റെ കയ്യിലേക്ക് എത്തും. അതിനുള്ള തെറ്റായ വഴികളിലേക്ക് നമ്മൾ പിന്നീട് പോകും, കൃപ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ നമുക്ക് എവിടുന്നെങ്കിലും കിട്ടിയില്ലെങ്കിൽ, പ്രതീക്ഷിച്ചിടത്തു നിന്ന് നമ്മൾ കിട്ടിയില്ലെങ്കിൽ, നമ്മളൊക്കെ പലതും പ്രതീക്ഷിക്കുന്നവരാണല്ലോ, പ്രതീക്ഷിച്ചത് നമ്മൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് തരാത്തവരോട് അമർഷവും വിദ്വേഷവും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തിങ്കിലേക്ക് നോക്കി, കർത്താവേ, അതെനിക്ക് തരാൻ ഇഷ്ടം അങ്ങേക്കില്ലായിരുന്നു, എന്നാൽ എന്നെ മറ്റൊരു വഴിയിലൂടെ നടത്തുവാൻ അങ്ങേക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇങ്ങനെയായി മാറണം നമ്മുടെ പ്രാർത്ഥനകൾ. അപ്പൊ നമുക്ക് എന്താ പറയുന്നത്, ആരോടും വേദനയും പരിഭവവും ദുഃഖവും ഒന്നും ഉണ്ടാകില്ല. തന്നതിന് നമുക്ക് നന്ദി പറയാൻ പറ്റും. പക്ഷെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നാം ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്താൻ ദൈവം വിശ്വസ്തനാണ്. നമുക്കങ്ങനെ ആ കാഴ്ചപ്പാടുകളെ നമുക്കൊന്ന് മാറ്റാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ നടന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ്. ഒരു ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അരികിൽ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, എൻ്റെ സഹോദരനുമായിട്ട് ആ സ്വത്ത് പങ്കുവെക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ എൻ്റെ സഹോദരനോടൊന്ന് പറയണം സ്വത്തൊന്ന് പങ്കുവെക്കാൻ എൻ്റെ കൂടെ നിൽക്കണമെന്ന്. കർത്താവ് ഉടനടി ഈ ആളോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവും പങ്കിടുന്നവനും ആക്കിയത് ആരാണ്? സത്യമല്ലേ? ഞങ്ങളൊക്കെ ഈ ദൈവദാസന്മാരായിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ട് വരും. പിന്നെ ഇന്നത്തെ കാലത്ത് ഇടപെടുന്നവരും ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം നമ്മൾ എന്താ പറയുന്നത്, ഈ ഒരു ചാനലിൽ ആരെയും വിമർശിക്കുവാനോ തേജോവധം ചെയ്യുവാനോ ഒന്നുമല്ല. അപ്പം കർത്താവ് അവിടെ ആ ചുറ്റുപാടും കൂടിയിരുന്ന ആളുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സകലവിധ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിയണം. അപ്പം അവിടെ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ ഇടപെടാനേ പോകരുത്. മണി ചെയിനുകൾ, ആളെ ചേർത്താൽ നമുക്ക് കമ്മീഷൻ കിട്ടുന്ന പരിപാടികൾ, ഇങ്ങനത്തെ പല കാര്യങ്ങളിലും ദൈവവേലയ്ക്ക് വിളിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ, ആ ഒരു ശുശ്രൂഷയിൽ നിൽക്കുന്നവർ ഇടപെടാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ രാജ്യത്ത് നീതിയോടും ന്യായത്തോടും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ് നല്ലത്. പോകട്ടെ. അപ്പം കർത്താവിനെ വസ്തു വീതം വെക്കുന്നതിന് ഇടനിലക്കാരനായിട്ട് വിളിച്ചു. ഞാനോ വല്ലവായിരുന്നെങ്കിൽ അന്നേരമേ ഓടിപ്പോയനെയായിരുന്നു. കാരണം നമുക്കൊരു പദവിയല്ലേ നമ്മളെ പിടിച്ചടക്കി നിർത്തുന്നത്. അപ്പം കർത്താവ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് പറയുകയാണ്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അവൻ പറയുകയാണ്, എൻ്റെ കളപ്പുരകളിൽ ഈ സാധനങ്ങൾ കൂട്ടിവെക്കുവാൻ സ്ഥലം പോരാ, ഞാനൊരു കാര്യം ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിക്കും. അനേക വർഷങ്ങളിലേക്കുള്ളത് എനിക്ക് ലഭിച്ചിരിക്കുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അപ്പം അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യന്റെ സമ്പത്ത് വർദ്ധിച്ചാൽ, പണം വർദ്ധിച്ചാൽ, അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്
ഇതൊന്നുമല്ല. ദൈവവിഷയമായി സമ്പന്നനാകാതെ തന്നെത്താൻ സമ്പന്നനാകുന്നവന്റെ അവസ്ഥ ഇങ്ങനെയുള്ളതാകും. അപ്പൊ യേശു പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞത്? സകലവിധ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ജോലി ചെയ്യേണ്ടെന്നോ പണം ഉണ്ടാക്കണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പണത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ആത്മീയതയും പണത്തെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാതെ പണത്തിന് വേണ്ടി മാത്രം പോവുക, സമ്പത്തിന് വേണ്ടി മാത്രം പോവുക, വിശ്വാസത്തിന്റെ മൂല്യങ്ങളെ ബലി കഴിക്കുക, നീതിക്ക് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യുക, ഇതൊക്കെ പിന്നീട് നമുക്ക് ശാപമാകും, ദോഷമാകും, ബന്ധനത്തിലേക്ക് നമ്മളെ എത്തിക്കും, ഏറ്റവും ഒടുവിൽ മോഹങ്ങളിൽ നമ്മളെ കുടുക്കും. എത്ര വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്! സംഹാരനാശങ്ങളിലേക്ക് എത്തിക്കും. ഈ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ ജനത്തെ വാണിഭമാക്കും എന്നുള്ളതാണ്. ജനത്തെ വാണിഭമാക്കും. ദ്രവ്യാഗ്രഹത്തിൽ തികഞ്ഞ അഭ്യാസമുള്ളവർ എന്ന് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. അവരെ കുറിച്ച് പറയുന്നത് ശാപയോഗ്യന്മാരെന്നുള്ള നിലയിലാണ്. ഈ ബിലയാം എന്ന് പറയുന്ന വ്യക്തിക്ക് സംഭവിച്ചത് എന്താ? ദൈവം പോകരുത് പോകരുത് എന്ന് പറഞ്ഞിട്ടും സമ്മാനം കണ്ട് കണ്ണു കുരുടായി പോയി ബാലാക്കിന്റെ പിന്നാലെ പോയവനാണ് ബിലയാം. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണ്? വാളിങ്കൽ തന്റെ ജീവിതം അവസാനിച്ചു എന്നല്ലേ എഴുതിയിരിക്കുന്നത്. ഞാൻ പറയാം, ദൈവഹിതമല്ലാത്ത, ദൈവികമല്ലാത്ത, നേരായ പാതയിൽ സമ്പാദിക്കാത്തതൊന്നും നിലനിൽക്കത്തില്ല. താൽക്കാലികമായി നല്ലതാണെന്നും ലാഭമുണ്ടെന്നും തോന്നും. പക്ഷെ ദീർഘകാലങ്ങളിൽ അത് നമുക്കൊരു ബന്ധനമായി മാറുകയും 2 തലമുറകൾ പോലും ഗതി പിടിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ഈ അനുഗ്രഹവും ശാപവും എന്ന് പറയുന്ന ഒരു വിഷയം പ്രസംഗിക്കണമെന്ന് കുറച്ചു നാളായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ നമുക്കതിനെക്കുറിച്ചുള്ള ബൈബിളിൽ നിന്നുള്ള വീഡിയോകൾ, അതേ മെസ്സേജുകൾ നമുക്ക് വീഡിയോകളാക്കി നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ അന്യായമായി സമ്പാദിക്കുന്നതാണ് ശാപകാരണമായി മാറുന്നത്. ഈ യെരിഹോവിൽ വെച്ച് സംഭവിച്ചൊരു കാര്യം, ഈ ആഖാൻ ഈ ചില പണം മോഹിച്ചാണ് ചിലതെടുത്ത് ശാപത്തിലേക്ക് മുമ്പോട്ട് പോകാനിടയായത്. അപ്പൊ ശരിക്കും ദുഷ്ടന്റെ വീട്ടിൽ യഹോവയുടെ ശാപം ഉണ്ടെന്നൊക്കെ എഴുതിയിരിക്കുന്നത് പോലെ ഇത് പിന്നീട് ഇതൊരു ശാപമായും ബന്ധനമായും മാറും. ഞാൻ ആ വാക്കുകളെ ഒത്തിരി ദീർഘമാക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ നമുക്ക് അതേ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം തരുന്നതിൽ സംതൃപ്തരായി നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാം. ദൈവത്തോട് പറയുമ്പോൾ ഒരിക്കലും അത് ദ്രവ്യാഗ്രഹമാകില്ല, അത് ദൈവാശ്രയമാണ്. ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക. നമ്മൾ ചെയ്യുന്ന ജോലിയാകട്ടെ, നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവുമാകട്ടെ, ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാം. അതിലൂടെ എല്ലാം കിട്ടുന്നത് കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഉപയോഗിക്കുകയും മറ്റു കാര്യങ്ങൾക്കായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നൽകുന്നത് പോലെ ചെയ്യുക. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ.